ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഇന്നലെ പാതിരാത്രിയിലെ ആ ഒരു സംഭവത്തില് ഗബ്രിയുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏതോ പട്ടികൾ ഓലിയൻ ഇടുന്നതാണെന്ന് ഓർത്ത് ഗബ്രി എണീറ്റിട്ട് പിന്നെ അവിടെ തന്നെ കിടന്ന് ഉറങ്ങി. അത് കൃത്യമായിട്ട് ലൈവില് കാണിക്കുന്നുണ്ട്. ഗബ്രി പ്രതികരിക്കാനൊന്നും ആ ഒരു ജയിലിന്റെ വശത്തോട്ട് പോയില്ല. റസ്മിനും അത് നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് ഇന്നിപ്പോ ജാസ്മിൻ ഈ പ്രശ്നങ്ങളെല്ലാം ഗബ്രിക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഗബ്രിയുടെ റിയാക്ഷൻ, നീ അയാൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ പോയിട്ടാണ്. ഞാനും നോറയും കൂടി ജയിലിൽ പോയപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല, നേരത്തെ കിടന്നുറങ്ങി. അത് വഴക്കുണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നോറയ്ക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് വെച്ചിട്ടാണ്. നീ എന്തിനാണ് ആവശ്യമില്ലാതെ അയാൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ പോയത് എന്നാണ് ഗബ്രി ചോദിക്കുന്നത്. പിന്നെ ജിൻഡോടെ കുറെ കുറ്റം പറയുന്നുണ്ട്, താറടിച്ച് പറയുന്നുണ്ട്. ഇയാള് കളിക്കുന്നത് എക്സ്ട്രീംലി ചീപ്പ്, നാറിയ സ്റ്റിങ്കി ഗെയിമാണ്. ചതി, കുതികാൽ വെട്ട്, ഇതൊക്കെ അയാളുടെ ഗെയിമിന്റെ ഭാഗമാണ്. നീ അയാളോട് പരമാവധി മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാ. അതാണ് നിനക്കും അയാൾക്കും എല്ലാം ഏറ്റവും നല്ലതെന്ന് ഗബ്രി പറയുന്നുണ്ട്. ഇവന്റെ ഗെയിം പിന്നെ നല്ല ഒന്നാന്തരം ഗെയിമാണ് കേട്ടോ. ജാസ്മിന്റെ പാവാടത്തുമ്പത്ത് പിടിച്ച് നടക്കുന്ന ഗെയിമാണ് ഇവന്റെ ഗെയിം. അത് ഇന്നലെ ഒരു വഴക്കുണ്ടായ സമയത്ത് നമ്മുടെ ജയദീപ് അൻസിബയൊക്കെ എടുത്തിട്ട് ഗബ്രിയെ അപമാനിച്ച് വിടുന്നൊക്കെ ഉണ്ട്. അല്ല, ഈ പ്രേക്ഷകർ ഊക്ക് മേടിച്ചു കൊടുത്ത് എത്ര നാൾ ഇവനെ അതിൻ്റെ അകത്ത് ഇടുമെന്നാണ് എനിക്ക് ബിഗ് ബോസിനോട് ചോദിക്കാനുള്ളത് കേട്ടോ. പ്രേക്ഷകരുടെ പവർ കാണിക്കാൻ പ്രേക്ഷകർക്ക് ഒരു അവസരമൊക്കെ തരൂ ബിഗ് ബോസ്. ഈ ഗബ്രിയെ പിടിച്ചത് നോമിനേഷനിൽ ഇടുവോ പ്ലീസ്? അടുത്ത ആഴ്ചയെങ്കിലും ഒന്ന് നോമിനേഷനിൽ ഇടുവോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജാസ്മിന് ഗബ്രി കൊടുത്ത ആ ഒരു ഉപദേശങ്ങൾ അവിടം വരെ ഈ ഒരു കാര്യം കറക്റ്റ് കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഉറങ്ങിക്കിടന്ന് ജിൻഡോയെ വിളിച്ചെണീപ്പിച്ചു. ദാ പിടിച്ചോ കാക്ക, എന്റെ വക കണ്ടന്റ്. സ്വന്തം ഗെയിം കുളം തോണ്ടുന്ന ഒരു ഗെയിം ആണെങ്കിലും ജിൻഡോ കാക്ക കണ്ടന്റ് ഡെലിവർ ചെയ്യണം, പ്രേക്ഷകർ ജിൻഡോ കാക്കയെ സപ്പോർട്ട് ചെയ്യണം. അതായിരുന്നു ജാസ്മിന്റെ തോട്ട്. എന്തൊരു മനസ്സാണല്ലേ ജാസ്മിന്. പിന്നെ ഇതൊക്കെ ഗബ്രി പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. വെറുതെ ജിൻഡോയ്ക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ ഉള്ളത് അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ജാസ്മിനെ നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇനി ഗബ്രി പറഞ്ഞ വേറെ കാര്യങ്ങളിലേക്ക് വരാം. ഗബ്രി പറഞ്ഞ് ലാസ്റ്റ് ജിൻഡോയുടെ കുറ്റങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ജിൻഡോ അവിടെ തൊട്ടപ്പുറത്തിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ജിൻഡോനെ അതൊന്നും അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളി ഇതൊക്കെ മേലെയാണ് ഇന്നലെ ഫേസ് ചെയ്തത്. എല്ലാവരും പുള്ളിക്ക് എതിര് നിന്ന് സംസാരിച്ച സമയത്തും ഇന്നലത്തെ ഗബ്രിയുടെ ഡോസ് ആണ് ഇന്ന് ജിൻഡോ ഇരുന്ന് കേട്ടത്. എന്തായാലും ഈ ഒരു ജിൻഡോ വേഴ്സസ് ഹൗസ്മേറ്റ്സ് നരേറ്റീവ് എവിടം വരെ പോകുമെന്ന് കാണാൻ നല്ല താല്പര്യമുണ്ട്. സിബിനെ പുറത്താക്കിയ പോലെ ജിൻഡോനെയും പുറത്താക്കും. അതാണ് ഇതിന്റെ ഒരു പോസിബിൾ ക്ലൈമാക്സ് ആയിട്ട് എന്റെ മനസ്സിലേക്ക് വരുന്നത്. അതല്ലാതെ വേറൊരു ക്ലൈമാക്സ് ഇതിനില്ല. ജിൻഡോയും ഏതെങ്കിലും ഒരു ദിവസം പുറത്താവുന്നല്ലാതെ വേറൊരു ക്ലൈമാക്സ് ഇതിലേക്ക് വരുന്നില്ല. പിന്നെ ഗബ്രിക്കോ ജാസ്മിനോ ഇതിന് കപ്പും അങ്ങ് കൊടുക്കും. അപ്പം കൂടുതൽ ഡ്രൈ ഡേ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.